നമസ്കാരം. 2 കോടി രൂപയുടെ ഇൻഷുറൻസ് തുക തട്ടിയെടുക്കുന്നതിനായി കാമുകനുമായി ചേർന്ന് മുൻ സൈനികനായ ഭർത്താവിനെ ബൈക്ക് അപകടത്തിൽപ്പെടുത്തി ആശുപത്രിയിലെത്തിച്ച് വിഷം നൽകി കൊലപ്പെടുത്തിയ കേസിൽ ഭാര്യയും കാമുകനുമടക്കം 9 പേർ പിടിയിൽ. കർണാടകയിലെ ബെലഗാവിലാണ് സംഭവം. മുൻ സൈനിക ഉദ്യോഗസ്ഥനായ സന്ദീപ് കലഗൌഡ മഞ്ചർഗിയാണ് ദാരുണമായി കൊല്ലപ്പെട്ടത്. സംഭവത്തിൽ സന്ദീപിന്റെ ഭാര്യ സുമ മഞ്ചർഗി, കാമുകൻ പുന്താലിക് ഡോംബർ, RB ഡോക്ടർ ബസവരാജ് ബസ്മെ, FDA ഉദ്യോഗസ്ഥൻ അശോക് ഗുജ്നാലി, FSL ക്ലർക്ക് അപ്പ സാഹിബ് നായിക, ലബോറട്ടറി അസിസ്റ്റന്റ് ചെന്നയ്യ ഹരി വിശ്വനാഥ്, സീനിയർ സയന്റിഫിക് ഓഫീസർ PN നാഗരാജ്, ഡോംബറിന്റെ കൂട്ടാളികളായ സച്ചിൻ സെലാർ, രാഹുൽ ജോഗി എന്നിവരാണ് പോലീസിന്റെ പിടിയിലായത്. പ്രതികൾ മരണത്തെ റോഡ് അപകടത്തിന്റെ സ്വാഭാവിക ഫലമായി ചിത്രീകരിക്കാൻ ശ്രമിച്ചെങ്കിലും ഒരു സോഷ്യൽ മീഡിയ സ്റ്റാറ്റസ് ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്ന് പോലീസ് നടത്തിയ കൃത്യമായ ഇടപെടലാണ് ഞെട്ടിക്കുന്ന കൊലപാതകത്തിന്റെ ചുരുളഴിച്ചത്. കൊല്ലപ്പെട്ട സന്ദീപും പുന്താലിക് ഡോംബറും ചേർന്ന് ഒരു ഹോട്ടൽ സംരംഭം നടത്തിയിരുന്നു. ഇതിന്റെ ബിസിനസ് കൂടിക്കാഴ്ചകൾക്കിടയിലാണ് സന്ദീപിന്റെ ഭാര്യ സുമയുമായി പുന്താലിക് പ്രണയത്തിലാകുന്നത്. ഇവരുടെ ബന്ധം വളർന്നതോടെ സന്ദീപിനെ വകവരുത്തി ഇൻഷുറൻസ് തുക തട്ടിയെടുക്കാൻ ഇരുവരും ചേർന്ന് പദ്ധതിയിടുകയായിരുന്നു. റോഡ് അപകടത്തിൽ മരിക്കുന്ന സാഹചര്യത്തിൽ മാത്രം ലഭിക്കുന്ന തരത്തിൽ 3 വ്യത്യസ്ത കമ്പനികളുമായി ഏകദേശം 2 കോടി രൂപയുടെ ഇൻഷുറൻസ് പോളിസികൾ സന്ദീപിന്റെ പേരിൽ ഇവർ എടുത്തു. തുടർന്ന് ഇക്കഴിഞ്ഞ മാർച്ച് 13 സന്ദീപ് സഞ്ചരിച്ച ബൈക്ക് അപകടത്തിൽപ്പെടുത്തുകയായിരുന്നു. ഒരു ചെറിയ ബൈക്ക് അപകടം മാത്രമായിരുന്നതിനാൽ അന്ന് സന്ദീപിന് കാര്യമായ പരിക്കുകളൊന്നും ഉണ്ടായിരുന്നില്ല. ആദ്യം അദ്ദേഹത്തെ ഹുക്കേരി സർക്കാർ ആശുപത്രിയിലാണ് പ്രവേശിപ്പിച്ചതെങ്കിലും പിന്നീട് ഭാര്യ സുമ മുൻകൈയെടുത്ത് അദ്ദേഹത്തെ കട്ടപ്രഭയിലെ JJ ആശുപത്രിയിലേക്ക് മാറ്റുകയായിരുന്നു. സന്ദീപ് JJ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെ വൻതുക വാഗ്ദാനം ചെയ്ത് ആശുപത്രി ജീവനക്കാരെയും ലാബ് ജീവനക്കാരെയും ഇവർ കൊലപാതക പദ്ധതിയിൽ പങ്കാളികളാക്കി. ചികിത്സയുടെ ഭാഗമായി നൽകിയ ഡ്രിപ്പിലൂടെ ഇവർ വിഷം കലർത്തി നൽകിയും ഉറക്ക ഗുളികൾ നൽകിയുമാണ് സന്ദീപിനെ കൊലപ്പെടുത്തിയത്. തുടർന്ന് മാർച്ച് 15 സന്ദീപ് മരിച്ചു. മരുന്നിലൂടെ കൃത്രിമമായി ഹൃദയാഘാതം വരുത്തി തീർത്തതിനാൽ സ്വാഭാവിക മരണമെന്നോണം ഹൃദയാഘാതമാണ് മരണകാരണമായി ആശുപത്രി അധികൃതർ രേഖപ്പെടുത്തിയത്. തുടർന്ന് ഫോറൻസിക് പോസ്റ്റ്മോർട്ടത്തിനായി മൃതദേഹം ബിംസ് ആശുപത്രിയിലേക്ക് അയച്ചു. 3 ലക്ഷത്തിലധികം രൂപ കൈക്കൂലി നൽകി സ്വാധീനിച്ചതിനാൽ പോസ്റ്റ്മോർട്ടം പരിശോധിച്ച ഫോറൻസിക് ലാബ് ജീവനക്കാരും ഗവൺമെന്റ് ഉദ്യോഗസ്ഥരും റിപ്പോർട്ടിൽ കൃത്രിമം കാണിക്കുകയും ശരീരത്തിൽ വിഷാംശം ഒട്ടും കണ്ടെത്തിയിട്ടില്ലെന്നും മരണം ഹൃദയാഘാതം മൂലമാണെന്ന് രേഖപ്പെടുത്തി തെളിവുകൾ നശിപ്പിച്ചു. കാര്യമായ പരിക്കുകളൊന്നും ഇല്ലാതിരിക്കുകയും തികച്ചും ആരോഗ്യവാനായിരിക്കുകയും ചെയ്ത സന്ദീപിന്റെ പെട്ടെന്നുള്ള മരണത്തിൽ പോലീസിന് തുടക്കം മുതലേ ചില സംശയങ്ങൾ ഉയർന്നിരുന്നു. എങ്കിലും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ ഹൃദയാഘാതമെന്നും രേഖപ്പെടുത്തിയിട്ടുള്ളതിനാൽ മുന്നോട്ടുള്ള അന്വേഷണം പ്രതിസന്ധിയിലായിരുന്നു. ഈ സമയത്താണ് സുമയുടെ കാമുകനായ പുന്താലിക് ഡോംബർ തന്റെ സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ച ഒരു സ്റ്റാറ്റസ് പോലീസിന്റെ ശ്രദ്ധയിൽപ്പെടുന്നത്. ഒരു ബൈക്ക് അപകടത്തിൽ ആശുപത്രിയിലെത്തിയ ആൾ എങ്ങനെയാണ് പെട്ടെന്ന് ഹൃദയാഘാതം വന്ന് മരിച്ചതെന്നും ഈ മരണത്തിൽ തനിക്ക് ചില സംശയങ്ങളുണ്ടെന്നുമുള്ള തരത്തിലായിരുന്നു ഇയാൾ സ്റ്റാറ്റസ് ഇട്ടത്. കേസിനെ കുറിച്ചുള്ള വ്യക്തമായ വിവരങ്ങൾ ഇയാൾക്ക് എങ്ങനെ അറിയാമെന്ന സംശയത്തിൽ ഇയാളെ കസ്റ്റഡിയിലെടുത്ത് പോലീസ് വിശദമായി ചോദ്യം ചെയ്തു. ചോദ്യം ചെയ്യലിനൊടുവിൽ പോലീസിന് മുന്നിൽ പിടിച്ചു നിൽക്കാനാവാതെ താനും സുമയും മറ്റു പ്രതികളും ചേർന്ന് നടത്തിയ ക്രൂരമായ കൊലപാതകത്തിന്റെ മുഴുവൻ വിവരങ്ങളും ഇയാൾ തുറന്ന് സമ്മതിക്കുകയായിരുന്നു. പ്രതികളുടെ കുറ്റസമ്മതത്തിന് പിന്നാലെ പോലീസ് നടത്തിയ വിശദമായ പരിശോധനയിൽ കൊലപാതകത്തിനായി വിഷം സൂക്ഷിച്ച കുപ്പികളും സിറിഞ്ചുകളും പ്രതികളുടെ മൊബൈൽ ഫോണുകളും കണ്ടെടുത്തു. മരണകാരണം കൃത്യമായി വ്യക്തമാക്കുന്നതിനായി സന്ദീപിന്റെ മൃതദേഹം പിന്നീട് പുറത്തെടുത്ത് വീണ്ടും പോസ്റ്റ്മോർട്ടം നടത്തി. സന്ദീപിന്റെ അറിവില്ലാതെയാണോ ഇത്രയും വലിയ തുകയുടെ ഇൻഷുറൻസ് പോളിസികൾ എടുത്തതെന്ന കാര്യത്തെക്കുറിച്ചും കേസിൽ പിടിയിലായ ഓരോ പ്രതികളുടെയും പങ്കാളിത്തത്തിന്റെ വ്യാപ്തിയെക്കുറിച്ചും പോലീസ് അന്വേഷണം ശക്തമാക്കിയിട്ടുണ്ട്. അടുത്തിടെ തെലങ്കാനയിലെ കാമറഡി ജില്ലയിലും സമാനമായ രീതിയിൽ ഇൻഷുറൻസ് തുക തട്ടിയെടുക്കാനായി ഭർത്താവിനെ കൊലപ്പെടുത്തി റോഡ് അപകടമാക്കി ചിത്രീകരിക്കാൻ ശ്രമിച്ച ഭാര്യയും കാമുകനെയും പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു. ഇതിന് പിന്നാലെയാണ് കർണാടകയും നടുക്കിക്കൊണ്ട് സമാനമായ മറ്റൊരു കൊലപാതക വാർത്ത കൂടി പുറത്തുവരുന്നത്.